ലിയ ക്യാമറ ഓൺ ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു. ലിയനെ ഒന്ന് എല്ലാവർക്കും കാണാം. ഓക്കെ. ഓക്കെ, പറഞ്ഞോളൂ ലിയ, സംസാരിച്ചോളൂ. ഓക്കെ, എൻ്റെ പേര് ലിയ ജോർജ്. ഞാൻ ഒരു ഹോം ബേക്കർ ആയിരുന്നു. ഹോം ബേക്കറായിട്ട് ഒരു 2-2.5 വർഷമായിട്ടുള്ള ഇപ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴുത്തുമുട്ടും പോളക്കണ്ടം മാർക്കറ്റിന്റെയും ഇതായിട്ട് നടുക്കായിട്ട് വരും. ശരിക്കും ഇപ്പൊ എന്താ പറയാ, കോവിഡിന്റെ സമയത്താണ് ഞാൻ ഈ ഒരു ഇത് ജസ്റ്റ് ചെയ്ത് നോക്കിയതും പിന്നെ അതിൽ നിന്ന് നമ്മുടെ ധൈര്യവും ഇതൊക്കെ ആയിട്ട് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു 12-13 വർഷം മുമ്പ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നേച്ചാണ്. പിന്നെ പിള്ളേർക്ക് നമ്മളെ വീട്ടില് വേണ്ടി വന്ന സമയത്ത് ഇതൊക്കെ റിസൈൻ ചെയ്ത് ഞാൻ വീട്ടില് ഒരു ഹൗസ് വൈഫായിട്ട് കണ്ടിന്യൂ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജസ്റ്റ് ബേക്കിങ്ങും കുക്കിങ്ങും എനിക്കൊരു പാഷനാണ്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ പുറത്തോട്ടാക്കി തുടങ്ങി. അത്യാവശ്യം പുറത്ത് കടകളിലൊക്കെ സപ്ലൈ ചെയ്ത് തുടങ്ങി. ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഫസ്റ്റ് ബ്രെഡ് വരെ ബേക്ക് ചെയ്ത്, അത് പഠിച്ചിട്ടല്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് അങ്ങനെ അത് ഒക്കെ സക്സസ് ആയി. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ബേക്കിംഗ് പ്രൊഫഷൻ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞത് എൻ്റെ ഫാദർ, എൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. പുള്ളിയാണ് എൻ്റെ ഇപ്പൊ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ ഫുൾ സപ്പോർട്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ആണേലും അതിന് നമുക്ക് ധൈര്യം തന്ന് ഈ 2 വ്യക്തികൾ. പിന്നെ എൻ്റെ ഒപ്പത്തിനൊപ്പം എൻ്റെ സിസ്റ്ററും ഉണ്ട് കൂടെ. ഞങ്ങളും 2 പെൺപിള്ളേരാണ്. ഞങ്ങള് ഇപ്പൊ 2 പേരും കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിപ്പോ എല്ലാവരും എഞ്ചിനീയറും ഡോക്ടേഴ്സും ഒന്നും നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റുന്നില്ലല്ലോ. പലവർക്കും പല ഇഷ്ടങ്ങളും പല സ്കിൽസും ഉണ്ടാവും. എല്ലാവരും അവരവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്ത് ഹാർഡ് വർക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഗോള് അച്ചീവ് ചെയ്യാം എന്ന് ശരിക്കും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇപ്പോഴും ഞാൻ എൻ്റെ ഒരുപാട് ഇതിലെത്തിയിട്ടില്ല എങ്കിലും ഞാൻ ഒരു വീട്ടിൽ നിന്നും മാറി ഇപ്പൊ എൻ്റെ പ്രോഡക്ട്സ് എല്ലാം പല കടകളിലോട്ടും എത്തിത്തുടങ്ങിയതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇത് എല്ലാവർക്കും ഹാർഡ് വർക്ക് ഉണ്ടോ, നമ്മള് അതിനുവേണ്ടി ക്ഷമയോടുകൂടി കാത്തിരുന്ന് ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സക്സസ്ഫുൾ പേഴ്സണായിട്ട് ഇതാകാൻ പറ്റും. അതേപോലെ നമുക്കൊരു ഏർണിംഗ് ആണിത്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ മറ്റുള്ള ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് കയ്യിൽ എന്തേലും കിട്ടും. പിള്ളേരെയും നോക്കാനുള്ള ടൈം കിട്ടും. പിന്നെ ഇപ്പൊ കടയിലോട്ടായപ്പോ ഇത്തിരി പ്രശ്നം വരുന്നുണ്ട്. വീട്ടിലായിരുന്നപ്പോഴത്തേക്കും എനിക്ക് വീട്ടില് നല്ലൊരു ഏർണിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ പിള്ളേരുടെ കൂടെയും എൻ്റെ ഫാമിലിയും ഒക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. ഇപ്പൊ ഇത്തിരി ടൈമിന് ഇച്ചിരി പ്രശ്നം വരുന്നുണ്ട്. നമ്മളും ഈ കട ഒന്ന് ടോപ്പിലോട്ട് എത്തിക്കാൻ വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അത് നമ്മുടെ കടയുടെ സപ്പോർട്ട്, പിന്നെ ഇപ്പൊ ഞാൻ ചെയ്തേക്കണ ഇതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ എന്റെ പേജ് ഇത് ഞാൻ നിങ്ങളുടെ ഇതിലിട്ട് തരാം. ഓക്കെ മഞ്ജു, താങ്ക് യു. ലിയ, എന്തൊക്കെ പ്രോഡക്ട്സ് ആണെന്നുള്ളത് ഒന്ന് പറയാവോ? നമ്മളിപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേക്ക് വെച്ചാണെങ്കിലും ഇപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ്സ്, നമ്മളുടെ ബ്രെഡ്, പിന്നെ പപ്സ്, കട്ട്ലേറ്റ്, അങ്ങനത്തെ എല്ലാ അത്യാവശ്യം ഫുഡിന്റെ എല്ലാ ഐറ്റംസും നമ്മൾ അതിന്റെ കൂടെ തന്നെ ഒരു ഫ്രഷ് ജ്യൂസ് കൗണ്ടറും ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു കേക്കിന്റെ ആക്സസറീസ് കിട്ടുന്ന ഒരു ഇതും, അതേപോലെ നമ്മുടെ ബേക്കറിയും നമ്മൾ ചെയ്യുന്ന ബോർമയും എല്ലാമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സാധനമാണെങ്കിലും ഫ്രഷ് ആയിട്ട് നമ്മൾ എടുത്ത് ചെയ്ത് വെക്കാറില്ല. ഫ്രഷ് ആയിട്ട് ഡിമാൻഡ് അനുസരിച്ചാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ ഒരുപാട് നമ്മുടെ വെറൈറ്റീസ് ഓഫ് ഞാൻ പറയാം ബിസ്ക്കറ്റ്സ് ഒത്തിരി സ്ഥലത്തോട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു വിടുകയാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാനുണ്ടെങ്കിൽ അറിയാം.
സംസാരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ എത്ര ഇൻവെസ്റ്റ്മെൻറ്റും ആ കാര്യങ്ങളും എല്ലാം ചെറിയ രീതിയിലാണ് വീട്ടിൽ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഷോപ്പിലേക്കൊക്കെ വന്നത്. അപ്പോൾ ആ രീതിയിൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ലിയ, എനിക്കൊരു സംശയമുണ്ട്. സംശയമല്ല, ഒരു കുട്ടികളായിട്ടൊന്നൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആക്ച്വലി ഒരു ഹോം മേക്കർ ആയിരുന്നല്ലോ, അപ്പൊ അതിൽ നിന്ന് ഈ ഒരു ബേക്കർ, ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ബേക്കിംഗ് ഇതിലേക്ക് വന്നതിന്റെ ഒരു ജേർണി ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാമോ? തുടക്കം നേരിട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഡൗട്ട് ഉണ്ടാവും, ഒരുപാട് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ തിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ, ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ? ഇപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തന്നെ നേരത്തെ പോലെയല്ല, എല്ലാം നമുക്ക് ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഇപ്പൊ മുമ്പ് ഓവൻ ഉണ്ടെങ്കിലേ കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, കുക്കറിൽ വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ ബീറ്ററും ഓവനും ഒക്കെ ആയിട്ടാണ്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലും സ്റ്റാർട്ട് ചെയ്ത് പോകാം. പിന്നെ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിള്ളേർ നടക്കുന്ന പോലൊക്കെ തന്നെ വീണ് കേക്ക് ഒരു 5-6 ആദ്യമേ നമ്മൾ കളഞ്ഞ്, പിന്നെ അതിൽ നിന്ന് നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി അതിന് നമ്മൾ അത് ക്ലാരിഫൈ ചെയ്ത് പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അറിയാനും നോക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ അറിവ് ലിമിറ്റ് ചെയ്തല്ലല്ലോ. നമ്മൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ വരികയാണ്. അത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. കിട്ടുന്ന പിന്നെ ഏറ്റവും അത്യാവശ്യം ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ. പിന്നെ നമ്മുടെ ഡെഡിക്കേഷൻ ഇതിനോടുള്ള ഇത്, പിന്നെ നമുക്കൊരു ഇഷ്ടവും കൂടി ഉണ്ടാവണം ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. പിന്നെ ആദ്യമൊക്കെ ചില ആൾക്കാർ കളിയാക്കുന്നത്, പക്ഷെ എന്റെ ഫാമിലിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. എനിക്ക് ഒത്തിരി സപ്പോർട്ടേ ഉണ്ടായിട്ടില്ല. അത് സാരമില്ല, പിന്നെ അടുത്തത് ക്ലിയർ ആയിക്കോളും എന്ന് പറഞ്ഞു തന്നെയാണ് ചെയ്തേച്ചത്. പിന്നെ ഇപ്പോ എന്താ പറയാ, ഇപ്പോഴും എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യണ എന്റെ വീട്ടുകാർ തന്നെയാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും ഇതല്ല ആയിട്ടില്ല, ശരിയായിട്ടില്ല, ഇനി ഇങ്ങനെ ഇതാകരുത് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോലും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കടയിലോട്ടൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹോം ബേക്കർ ആവാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ലിയ, ഇപ്പൊ എന്ത് തോന്നുന്നു, ഈ ഒരു ഹോം മേക്കറിൽ നിന്ന് ഒരു എന്റർപ്രണർ ആയപ്പോ എന്താണ് ഒരു ചേഞ്ച് തോന്നുന്നുണ്ടോ? ഒരു സെൽഫ് കോൺഫിഡൻസിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു അച്ചീവ്മെന്റ് എന്താണെന്നൊന്നും പറയാവോ? എന്ത് ഫീൽ ചെയ്യും? ഉറപ്പായിട്ടും മഞ്ജു, വേറെ ഒന്നുമല്ല. നമ്മള് ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഏർണിംഗ് അല്ലേ അത്. പിന്നെ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മളുടെ പ്രോഡക്ട്സ് പുറത്തെത്തുന്നത് തന്നെ നമുക്കതൊരു വലിയ കാര്യമാണ്. അപ്പൊ അതില് നമുക്ക് ഒരുപാട് സന്തോഷവും ഉണ്ട്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് വേറെ കുഴപ്പമൊന്നും, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഷെൽഫ് ലൈഫ് കുറവാണെങ്കിൽ പോലും അത് സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേര് നമുക്കുണ്ട്. അതിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് എനിക്ക് ബാക്ക് ബോൺ എന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാ ആണുങ്ങളുടെ സക്സസിന് പുറകില് പെണ്ണുങ്ങൾ ഉണ്ടാവും എന്ന് പറയണതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് ഇതിന് പുറകിൽ എന്റെ ഫാദർ മെയിൻ പ്ലസ് മൈ ഹസ്ബൻഡും കൂടി ഉണ്ട്. കാര്യം ഇതിനു മുൻപും എനിക്ക് അറിയാൻ പാടാത്തൊരു ഫീൽഡ് ഉണ്ടായി. നമുക്ക് ബസ് സർവീസും കൂടി ഉണ്ട്. ഇതുപോലും എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തന്നാണ് എന്റെ ഹസ്ബൻഡ്. അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ്, ഇപ്പൊ നമുക്ക് എവിടെയാണ് എന്തും ചെയ്യാം അല്ലെങ്കിൽ എവിടെയും പോകാം എന്നുള്ളൊരു ഇതുണ്ട്. ആരോടും സംസാരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ബസ്സിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള ഫീൽഡ് കൂടി, അതുകൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, ദൈവാനുഗ്രഹിച്ച്. ലിയ, അപ്പൊ ഇങ്ങനെ ഒരു എന്റർപ്രണർ ആവണം എന്ന് ഇപ്പൊ നമ്മൾ കുട്ടികളുടെ അടുത്ത്
പറയാന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു റീസൺ പറയാവോ സ്ട്രോങ് ആയിട്ട്? ആർക്ക് വേണമെങ്കിലും ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കൊരു മിനിമം റിക്വയർമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മഞ്ജു, എല്ലാവരും ദൈവം ഒരു ഇൻബോൺ ടാലന്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് മോൾഡപ്പ് ചെയ്തെടുക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അയണിനെ അയണിനെ നമുക്കായിരിക്കും പെട്ടെന്ന് ചീത്തയാക്കാൻ പറ്റത്തില്ല. അതിന്റെ തന്നെ റെസ്റ്റ് ഇതുണ്ട്. ചീത്തയാക്കാൻ തുരുമ്പ് വന്നാണ് അത് ചീത്തയായി പോകുന്നത്, അല്ലെ? നമ്മളുടെ ഇതെല്ലാം വേണ്ടാന്ന് എന്ത് വെക്കുന്നോ അതൊന്നും നമുക്ക് കിട്ടത്തില്ല. വേണമെന്ന് എന്ത് വെച്ചാലും അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് എൻ്റെ ഒരു ഇതില് എനിക്കത് നന്നായിട്ട് ഒരു ആപ്റ്റായിട്ടുള്ള കാര്യമായിട്ട് തോന്നണ. പിന്നെ പൈസയുടെ ഇപ്പൊ ഗവൺമെന്റിൽ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട്സ് കിട്ടുന്ന ഇതാണ്. നമ്മൾക്ക് ലോണുകളായിട്ടാണെങ്കിലും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരുപാട് ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ആർക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും നമുക്ക് എല്ലാവരും നന്നായി പഠിച്ച എഞ്ചിനീയറും ഡോക്ടറും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഇതെല്ലാം നിന്നു. ആർക്ക് വേണമെങ്കിലും ആവാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മളിപ്പോ നല്ലൊരു പ്രൊഫഷനിൽ എത്തിയാൽ പോലും നമുക്കൊരു സൈഡായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അതൊരു ബിസിനസ് ഇതിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ലിയ, 2-3 പ്രോഡക്ട്സ് ഒന്ന് ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ ഷോപ്പില്? ഞാൻ ഇരിക്കുന്നത് എന്റെ ഇത് ക്യാബിന്റെ അകത്താണ്. ഞാൻ അതിന്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടേക്കാം. ഷെയർ ചെയ്താൽ മതി, കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു FB പേജ് ഉണ്ടെന്ന് തോന്നണം അല്ലേ? എനിക്ക് FB പേജ് ഉണ്ട്. ഇപ്പൊ എന്റെ പേജിൽ ഞാനിപ്പോ എന്റെ പ്രോഡക്ട്സ് ഇടുന്നത് വളരെ കുറവായിട്ടിരിക്കുക. ടൈം ഇത്തിരി പ്രശ്നമുണ്ട്. എന്നാലും കുറെ മിക്കതും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്റെ ഫേസ്ബുക്കിൽ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട് മാജോസ് എന്ന് പറഞ്ഞാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ബിസ്ക്കറ്റ്സിന്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ, ശരി ശരി. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ലിയ, ഇനി സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ കോണ്ടാക്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി എന്തെങ്കിലും ആരെങ്കിലും കുട്ടികളെ നമ്മൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. എന്റെ നമ്പർ വേണമെങ്കിൽ കൊടുത്താൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തോളാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു ലിയ. ഓക്കെ ലിയ മാം, ഞാൻ വിനീതാണ്. ഓക്കെ മാം, അപ്പം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് ഇത്രയും സമയം മാം സെൻഡ് ചെയ്തതിനും ഞങ്ങളുടെ കുട്ടികളോട് മാമിൻ്റെ ഒരു സ്റ്റോറി, ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിനും കോളേജ് IICയുടെ പേരിലും കോളേജിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്റെ താങ്ക് യു. കാര്യം മഞ്ജു എന്നെ ഇതിനെ ഇൻവൈറ്റ് ചെയ്തതിന് എനിക്ക് താങ്ക്. നിങ്ങളുടെ ഒരു കോളേജിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. താങ്ക് യു ലിയ. താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. ഹലോ ഓൾ. 12:30 ഇപ്പോൾ നമുക്ക് നമ്മുടെ സുവോളജി ലാബിലും ഒരു പ്രോഗ്രാം ഉണ്ട്. അതൊരു എക്സ്പേർട്ട് ടോക്ക് കം വർക്ക്ഷോപ്പാണ് ഓൺ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. So those who are interested and free can join the zoology lab.